മുനമ്പത്തെ ഭൂമി ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയ വഖഫ് ബോർഡിന്റെ നടപടി 8ന്റെ പണിയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് മുനമ്പം സമരസമിതിയും രംഗത്തെത്തി. 404 ഏക്കർ വരുന്ന മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ മുനമ്പത്തെ വഖഫ് ഭൂമി വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് ഉണ്ടാക്കുന്നത്. വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. നിലവിലെ വഖഫ് ബോർഡ് ഈ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതാണ് ആ പണി. ഈ വിഷയത്തെ നിയമപരമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. നിയമവിരുദ്ധമായി മുൻപത്തെ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്നാണ് മുൻപത്തെ സമരസമിതിയുടെ ആവശ്യം. സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റും കൊച്ചി MLAയുമായ മുഹമ്മദ് ഷിയാസിനെ സമരസമിതി നേരിട്ട് കണ്ടു. ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠനം നടത്തുകയും ചെയ്യാത്ത വഖഫ് ബോർഡ് ചെയർമാനെയും ഈ വഖഫ് ബോർഡിനെയും നിയമവിരുദ്ധമായി മുനമ്പം വസ്തു വഖഫ് ബോർഡിൽ വഖഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്ത ആ ബോർഡിനെയും പിരിച്ചുവിടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. ഹൈക്കോടതിയിൽ നിന്ന് മുനമ്പത്തുകാർക്ക് അനുകൂല തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ സുപ്രീം കോടതി അത് റദ്ദു ചെയ്യുകയാണ് ചെയ്തത്. ഇനി ട്രിബ്യൂണൽ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. സർക്കാരിൻ്റെ നിയമവഴി എന്താണെന്നും ഇനി കണ്ടറിയണം. SRM ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.